അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നല്ലൊരു പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ വചനമായി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ സഹായിച്ച നല്ല കൃപയ്ക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചുമയാലും കഫകെട്ടിനാലും ഭാരപ്പെട്ടുവെങ്കിലും ഇപ്പോഴും എൻ്റെ ശബ്ദം ശരിയായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു അനുനാസിക സ്വരമാണ് പുറത്തു വരുന്നത്. ഓക്കെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം കണ്ടു കാണും, കുരിശ് ചുമന്നു പോകുന്ന ചില മനുഷ്യരെ. അവർക്ക് കിട്ടിയ ഒരു വെളിപ്പാടിന് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ അല്ലെങ്കിൽ അവർ പഠിച്ച ഒരു ഇതിനനുസരിച്ച് അവർ അതിന് തയ്യാറാവുന്നു. ഏറ്റവും ഭാരമേറിയ മരക്കുരിശ് ഏറ്റിയ ആൾ, ഏറ്റവും വലിയ ത്യാഗം ചെയ്യുന്ന ആൾ, ചില പട്ടിക കഷ്ണം കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നവരുണ്ട്. പലരും അവരവർക്ക് അവനവൻ്റെ കുരിശ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ പോകുന്നു കാണാനിടയായി. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നുള്ള ചെറിയ ഒന്ന് രണ്ട് ചിന്തകൾ ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ നിർത്തിയിടത്തുനിന്ന് ഫാസ്റ്റ് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, എന്നാലും പരമാവധി നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിന് ആധാരമായി നമുക്ക് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തൻ്റെ ക്രൂശ്, തന്നെത്താൻ ത്യജിച്ച് എന്നുള്ള ആ വാക്ക് വളരെ അർത്ഥവത്തായൊരു വാക്കാണ്. നാം ആരോ ആണ്, ഞാൻ എന്തൊക്കെയാണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ചിലതെല്ലാം നടക്കും, അല്ലെങ്കിൽ ഞാനാണ് മെയിൻ എന്നുള്ള ആ ഒരു അഹംഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാത്രേ. നമ്മളെല്ലാം ക്രിസ്തുവിനെ ധരിച്ചവരായിരിക്കണം. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിപ്പാൻ നമ്മൾ ഇച്ഛിച്ചാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി മാറണം. ക്രിസ്തു സഹിച്ച, ക്രിസ്തു നടന്ന ആ പാതകളിൽ നടക്കുവാൻ നമ്മൾ തയ്യാറാവണം. ക്രിസ്തു നടത്തുന്ന പാതകളിൽ നടക്കുവാൻ നമ്മൾ തയ്യാറാവണം. തന്നെത്താൻ ത്യജിക്കുക എന്നുള്ള വാക്കുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നുള്ള, എന്നിൽ ക്രിസ്തു അത്രേ വാഴുന്നു എന്നുള്ള ആ ഭാവത്തിലായിരിക്കണം നമ്മളായിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൻ്റെ ക്രൂശ് എടുത്ത്, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് എടുക്കുവാൻ, ക്രിസ്തു സഹിച്ച ക്രൂശ് സഹിക്കുവാൻ നമുക്ക് കഴിയില്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള അവസ്ഥകൾ, ജീവിതത്തിലുള്ള ദുഃഖങ്ങൾ, ജീവിതത്തിലുള്ള കഷ്ടതകൾ, ആ കഷ്ടതകൾ എന്താണോ അതും സഹിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് കർത്താവ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം മാറി, എല്ലാം നോർമലായി, എല്ലാം സന്തോഷമായി ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കാം എന്നുള്ള ചിന്താഗതി ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എല്ലാം ശാന്തമായി, എല്ലാ അലകളും എല്ലാ തിരകളും ശാന്തമായതിനു ശേഷം ക്രിസ്തുവിനെ അനുഗമിക്കാം എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടമുണ്ടോ, എന്ത് കുരിശുണ്ടോ, അതെല്ലാം സഹിച്ച് ആ ക്രിസ്തു തന്ന ആ കഷ്ടം എന്താണ്, ക്രിസ്തു അനുഭവിച്ച കഷ്ടം എന്താണ് എന്നുള്ള അത് നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 29-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം മുതൽ ക്രിസ്തു ആ ക്രൂശി സഹിക്കുമ്പോൾ സഹിച്ച പീഡകളെ കുറിച്ച് പറയുന്നുണ്ട്. 24-ാം വാക്യം മുതൽ 27-ാം അധ്യായം 27-24 മുതൽ. ആരവാരം മതിയാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്തു പുരുഷാരം കാണുക കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല. നമുക്ക് നീതി കിട്ടേണ്ടിടത്തുനിന്ന് നീതി കിട്ടാതെയാകുന്നൊരവസ്ഥ. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമ്മൾ ഈ കുരിശെടുത്ത് ഇറങ്ങിയാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. പലയിടത്തും നമ്മൾ അർഹിക്കുന്ന നീതി, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നീതി, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സഹായം നമുക്ക് കിട്ടാതെ പോകും. കാരണം നീ കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. നിന്നെ കല്ലെറിയുവാനും നിന്നെ പരിഹസിക്കുവാനും ആളുണ്ടാവും. ക്രിസ്തുവിനും ആ രംഗത്ത് പീലാത്തോസ്
ജനത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ക്രിസ്തുവിനെ ക്രൂശിക്കാൻ തീരുമാനിച്ചത്. അവിടെ ക്രിസ്തുവിനെ പ്രവചനപ്രകാരം ക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ടതാണ്, എങ്കിലും ക്രിസ്തുവിന് നീതി ലഭിക്കേണ്ട ഒരവസ്ഥ അവിടെ നിന്ന് ലഭ്യമായില്ല. അതിനുശേഷം അടുത്ത ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിക്കുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇറങ്ങും നമുക്ക് അടി കിട്ടാം. നമ്മുടെ മേഖലയിൽ കുറവാണെങ്കിലും നമുക്ക് പ്രതികൂലമുള്ള പല മേഖലയിലും പല ദേവദാസന്മാരും അടികൊണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം കാണുകയുണ്ടായി, ഒരു പാസ്റ്ററെ കൊണ്ട് ചാണകം തീറ്റിച്ച് നടത്തിയൊരവസ്ഥ. അതുപോലെ പല അവസ്ഥകളും ഉണ്ടാവാം. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരവസ്ഥ ഉണ്ടായത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ യേശുവിൻ്റെ വസ്ത്രം അഴിച്ചു. വസ്ത്രം എന്നുള്ളത് ഒരാളുടെ മാന്യതയെ പ്രകടിപ്പിക്കുന്ന ഒന്നാണ്. പല സന്ദർഭങ്ങളിലും ഈ ക്രൂശ് ചുമക്കുവാൻ നമ്മൾ തയ്യാറായതുകൊണ്ട് നമ്മുടെ മാന്യതയെ നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥ ഉണ്ടാവാം. പലരും നമ്മളെ നിന്ദിക്കുന്ന അവസ്ഥയുണ്ടാവാം, പരിഹസിക്കുന്ന അവസ്ഥയുണ്ടാവാം. എങ്കിലും ആ ക്രൂശ് എടുത്ത് ആ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമ്മൾ തയ്യാറാവണം. നമ്മളെ പരിഹസിക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ നേരിടുന്ന ഓരോ കഷ്ടതയിലും അവനെ ബലപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ആത്മാവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിന് 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ്റെ മുഖത്ത് അവർ തുപ്പി. തുപ്പുക എന്നുള്ളത് ഏറ്റവും നികൃഷ്ടമായുള്ള കാര്യമാണ്. പല സന്ദർഭങ്ങളിലും നമുക്കും നേരിടാൻ സാധ്യതയുള്ള കാര്യമാണ് ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് തുപ്പൽ അല്ലെങ്കിൽ നമ്മളെ നികൃഷ്ടമായി കാണുന്ന അവസ്ഥ. ഞാൻ ഒരു അനുഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മാവി അമ്മ കർത്താവിനെ അനുസരിക്കാൻ തീരുമാനിച്ച വിവരം തൻ്റെ സഹോദരനോട് പറഞ്ഞപ്പോൾ ആ സഹോദരൻ അമ്മായിമ്മയുടെ മുഖത്തടിക്കാൻ ഇടയായി. ഉടനടി പുള്ളിക്കാരി ആ സഹോദരനെ കയറി പിടിച്ച് ചുംബിച്ചു. അത്തരമൊരു മനോഭാവം എല്ലാവർക്കും കിട്ടണമെന്നില്ല, അത്ര കൃപ നമുക്ക് കിട്ടണമെന്നില്ല. എങ്കിലും അത് വളരെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി. തുടർന്ന് പുള്ളി വേറൊരു വിവാഹത്തിലേക്ക് മാറിയെങ്കിലും അദ്ദേഹത്തിനെ ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള ഒരു അവസരം അതിലുണ്ടായി എന്നുള്ളത് ഈ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നോടെ. നമ്മൾ ക്രിസ്തുവിനെ ഈ കുരിശിനെ വഹിച്ച് നടക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്ന പലരുണ്ടായിരിക്കാം, പ്രാർത്ഥനയാലും മറ്റും സഹായിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ ഇതിന് 32-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നു, ശീമോൻ, കുറേനക്കാരനായ ശീമോൻ കർത്താവ് ക്രൂശുമായിട്ട് പോകുമ്പോൾ കർത്താവിനെ സഹായിക്കാനുള്ള ഒരു മനോഭാവന ഉണ്ടായി. എങ്കിലും പടയാളികൾ അവനെ അതിൽ തടയുന്നൊരു സന്ദർഭം. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സും ഉണ്ടാവാം, കലങ്ങുന്നുണ്ടാവാം, ആരും നമ്മെ സഹായിക്കാനില്ലല്ലോ എന്നുള്ളത്. യേശുവിനെ 33-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, അവനെ ക്രൂശ് തലയോടിയിലും നടത്തമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവനെ കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. യേശുവിൻ്റെ ജീവിതകാലത്ത് കാനാവിലെ കല്യാണത്തിൽ ആ ഭവനത്തിൻ്റെ ഒരു പോരായ്മ യേശു നികത്തിയത് ആ ഏറ്റവും നല്ല വീഞ്ഞ് കൊടുത്തിട്ടായിരുന്നു. ആ യേശുവിനെ അദ്ദേഹത്തിൻ്റെ ഈ ക്രൂശ് എടുത്തു പോകുന്ന സമയത്ത് കിട്ടിയത് കയ്പ് കലക്കിയ വീഞ്ഞ്. വെറും വീഞ്ഞല്ല, കയ്പ് കലക്കിയതാണ്. കലക്കിയതെന്ന് വെച്ചാൽ മനഃപൂർവ്വം കുടിക്കാതിരിക്കുന്നതിന് വേണ്ടി കലക്കിയുള്ള ഒരവസ്ഥ. നമുക്ക് നമ്മുടെ ഉള്ള അനുഗ്രഹത്തെയോ നമ്മുടെ ഉള്ള അവസ്ഥയോ നശിപ്പിക്കുന്നൊരവസ്ഥ എങ്കിലും ഉണ്ടാവാം. എങ്കിലും ഈ കുരിശെടുത്ത് നമ്മൾ കർത്താവിനെ അനുഗമിക്കുവാൻ, നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ പ്രതികൂലത്തിൽ എങ്കിലും ആ പ്രതികൂലത്തിലും കർത്താവിനെ അനുഗമിക്കുവാൻ നമുക്ക് തയ്യാറാവണം. ക്രൂശില്ലാത്ത ക്രിസ്തീയ ജീവിതം ഒരു ക്രിസ്തീയ ജീവിതമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഷ്ടതയില്ലാത്ത ക്രിസ്തീയ ജീവിതം ഒരു ക്രിസ്തീയ ജീവിതമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുരിശെടുത്ത് അനുഗമിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മെ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. അവനവൻ്റെ കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.